ഈ ലോകത്ത് 2 തരം കളിക്കാരുണ്ട്. കളിക്കാൻ വേണ്ടി കളിക്കുന്നവരും, ജയിക്കാൻ വേണ്ടി കളിക്കുന്നവരും. ബംഗളൂരു എഫ്‌സി അതിൽ രണ്ടാമത്തെ വിഭാഗമാണ്. അവര് ജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത്. ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയുള്ള മത്സരം നോക്കിയാലും സ്റ്റാറ്റും, ബോൾ പൊസിഷനും മറ്റെല്ലാ കണക്കുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഷോട്ടുകളുടെ കാര്യത്തിലും എല്ലാം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുന്നിൽ നിന്നാലും വിജയവും 3 പോയിന്റും സ്വന്തമാക്കി മടങ്ങുന്നത് ബംഗളൂരു എഫ്‌സി തന്നെയാണ്. പലപ്പോഴും ബ്ലാസ്റ്റേഴ്സും ബംഗളൂരുവും തമ്മിൽ കണ്ടീരവയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ നമ്മളെപ്പോഴും പറയുന്നതാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചു, ബംഗളൂരു ജയിച്ചു എന്ന്. അതുതന്നെയാണ് നിങ്ങൾ കളിച്ചോ, ഞങ്ങൾക്ക് കളിയല്ല കാര്യം, ഞങ്ങൾക്ക് ജയമാണ് പ്രധാനം. പക്ക പ്രൊഫഷണൽ ഇൻ ദർ റിസൾട്ട്. അതാണ് ബംഗളൂരു എഫ് സിയുടെ യുദ്ധങ്ങളുടെ ഒരു തന്ത്രം. വിജയം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതെങ്ങനെ നേടുന്നു, മാർഗം ഒരു പ്രശ്നമേ അല്ല, ലക്ഷ്യം തന്നെയാണ്. ആ ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് തന്നെ ഇന്ന് അവർ വിജയത്തിലെത്തുന്നതിന് കാരണമായി. അങ്ങനെ പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്തേക്ക് കുതിച്ച് തങ്ങളുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കി, അല്ലെങ്കിൽ ഏതാണ്ട് ഉറപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മറികടന്ന് അവർ പോയിന്റ് പട്ടികയുടെ 3-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. മത്സരത്തിലെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷോട്ടുകൾ എണ്ണത്തിലായാലും ബോൾ പൊസിഷനിലായാലും എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിരിക്കും. പക്ഷേ എണ്ണം പറഞ്ഞ 2 ഗോളുകൾ നോർത്ത് ഈസ്റ്റിന്റെ നെഞ്ചിലേക്ക് അടിച്ചു കയറ്റി ബംഗളൂരു വിജയ കിരീടം ചൂടിയിട്ടുണ്ട്. റയാൻ വില്യംസ് കളി തുടങ്ങി 3-ാമത്തെ മിനിറ്റ് ആയപ്പോൾ അവർക്ക് വേണ്ടി ആദ്യത്തെ ഗോൾ നേടി. പിന്നീട് 2-ാം പകുതിയിൽ ആൽബർട്ടോ നെഗ്വേരയിലൂടെ 81-ാം മിനിറ്റിൽ മറ്റൊരു ഗോളും കൂടി അടിച്ചപ്പോഴത്തേക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഇനി ഈ മത്സരത്തിൽ ആയുസൊന്നുമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു. അങ്ങനെ എതിരില്ലാത്ത 2 ഗോളുകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി വിലയേറിയ 3 പോയിന്റുകൾ സ്വന്തമാക്കി കഴുകന്മാർ ചിറകടി തുടങ്ങി ആകാശങ്ങളുടെ വാതായനങ്ങളിലേക്ക് പറന്നു കയറുന്നു. പ്ലേ ഓഫ് ബർത്ത് അവരെ ഉറപ്പിച്ചു കഴിഞ്ഞു.